സെറ്റല്ലേ? പവറല്ലേ? കമോൺ കമോൺ. വാടാ വാടാ വാടാ. നമ്മൾ പെട്ടു. നമ്മൾ ഏകദേശം പെട്ട അവസ്ഥയാണ് ഇവിടെ. എൻ്റെ പൊന്നെ പെട്ടു. കഥം നോക്കിയേ ഗൈസ്, വൺ ടാസ്ക്കാണ് ഇവിടെ. വഴി നമുക്ക് അവസാനിക്കുകയാണ്. ഏകദേശം പെട്ട അവസ്ഥയാണ്. എടാ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് കയറിക്കോ. ഇടിയാൻ ചാൻസ് ഉണ്ട്. എടാ വഴിയേ, വഴി തീർന്നു മോനെ. ഇതെങ്ങനെ കിടക്കും? ഏകദേശം പണി പോകണം. നോക്ക് നോക്ക്, നമുക്ക് ഇത് കയറി കിട്ടിയാൽ സുഖമായിട്ട് കയറി പോയത് അങ്ങോട്ട്. പക്ഷെ ഇതെങ്ങനെ കയറും എന്നുള്ളതാണ് വൻ ടാസ്ക്കാണ് മോനെ. ഇത് വൺ ടാസ്ക്കായി പോയി. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? റൂട്ട് നോക്കട്ടെ. ഇതിൽ ഇറക്കാനും പറ്റില്ല, അത് അങ്ങോട്ട് കയറാനും പറ്റില്ല. ഇറക്കിയാലും കാര്യം ചെയ്യ്. നോക്കാം അല്ലേ? ഒഴുകി നോക്കാം അല്ലേ? ഒന്നെങ്കിൽ ട്രാക്കി ബിൽഡ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും നോക്കാം. അല്ലെങ്കിൽ വേറെ വഴിയുണ്ട് നോക്കാം, എന്തെങ്കിലും സെറ്റാവെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതേ ആ വലിയ വിലയെടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇടാം. ഇത് ബിൽഡ് ചെയ്യണം. ഇതിൻ്റെ ലെങ്ത് നോക്കിയോ. ഇതാ തെണ്ടി ഒരു കാല് വെക്കണം കണ്ട. ഇനി പോറാക്കല്ലേ? ഇങ്ങോട്ടാക്കുമ്പോഴേ ഈ മറ്റേ കല്ലൊന്നും ഇടിക്കണ്ട. പോട്ടെ. അയ്യോ കാല കാല വെച്ചോ. ആ സെറ്റാക്കാം നമുക്ക്. അത് മറിച്ചിട്ടോ ആർച്ചേ. ഇതെങ്ങനെ സീസോ ആക്കാം? നിനക്ക് ഞാൻ അങ്ങോട്ട് വരാം. നിനക്ക് ആ നമുക്ക് സെറ്റാക്കാം. നിനക്ക് അവസാനം ഫില്ലാക്കാം നമുക്ക്. ഇത് ഇടിച്ചിട്ടല്ലോ. അങ്ങനെ ഇത് എന്താ അറിയോ? എടാ ഇത് പാറയാണ്, ഇത് താഴേക്ക് വീഴില്ല. നീ പറയണത് മൊത്തം ഇടിക്കാനാ? നടപടി ആവുന്നൊക്കെ തോന്നില്ല. അതെന്നറിയോ? ഇവിടുന്ന് രണ്ടാണ് മറ്റേ തള്ളി പിടിച്ചാൽ മതി അങ്ങോട്ട്. എവിടെ താഴെ ഇല്ല, നമുക്ക് നോക്കാം. ഇല്ല നോക്കാം നമുക്ക്. അപ്പോൾ ഇത് രണ്ട് കൽപ്പിച്ച് വണ്ടി കയറ്റിണ്ടാ. അത്യാവശ്യം കല്ലൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്താണെന്ന് കണ്ടറിയാം. ഇതാണ് റിസ്ക് കണ്ടോ. ഈ സൈഡാണ് റിസ്ക്. ഇരുപത് ഇറക്കാം. എൻ്റെ പോൾട്രാസ് എണ്ണ കാത്തോളി. അതെ കാല് പൊക്കിയിട്ട് അവിടെ കൊടുക്കും കേട്ടോ. ഇങ്ങോട്ട് ശരിയാണ്. മാക്സിമം അങ്ങോട്ട് ഓഫ് ചെയ്തിറക്കിയാ പോരെ. വേണ്ട ആദ്യം ഇറക്കും. എടാ നീ കല്ലാത്തിറക്കി ബലമില്ല കേട്ടാ. അത് നേരെ ഫ്രണ്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇറക്കിയാ കേട്ടോ. ഇങ്ങോട്ട് നീ നേരെ ഇങ്ങോട്ട് ഇറക്കി. റൈറ്റ് തെന്നി ഇറങ്ങും. അടിയിടിക്കും നേരെ മുമ്പോട്ട് ബിജോ. അവിടെ കയറുമ്പോൾ വണ്ടി നേരെ താഴ്ട്ട് വരും. ഇത് ഇടിക്കും. അപ്പം നോക്കിയിട്ട് പിടിക്കേ. കാല് ഫ്രണ്ട് കൂത്തറേ. നീണ്ട കാലൊക്കെ ഇറങ്ങിയോ? ഓട്ടെ വെട്ടിച്ചേർക്കും. ഓക്കെ ഇത് ഇടിഞ്ഞെടുക്കും. ഇറക്കി കൈ വിടും. ഇറങ്ങും പോയില്ല. നിൽക്കും. ഞാൻ വെയിറ്റ് പിടിക്കാം. ആൽബി ഇങ്ങോട്ട് അധികം വെയിറ്റ് കൊടുക്കും. തിരിച്ച് അവിടെ കാല് വെക്കും കേട്ടോ. ആൽബി ഞാൻ തള്ളാൻ കൂടെ. ഓക്കെ പോട്ടെ. കാലെടുത്ത്
എന്താടാ നിന്റെ കൈ എല്ലാത്തിനും കുടുങ്ങുള്ളൂ. അതിപ്പേ ഒരുണ്ട് നേരെ ഫ്രണ്ട് അവിടെ കയറ്റാം മെല്ലെ. അവിടുന്ന് ഒരു ത്രോട്ടിൽ മോളിൽ കയറി പോകും. അതില്ല കാക്കാട്ടിരിക്കില്ലേ? എപ്പോ പൊളിയും കാക്കാട്ടില്ല. ആ അതെ എവിടെ മെല്ലെ മെല്ലെ ഇതെവിടെ ഇടിച്ചാ ഞാൻ പറഞ്ഞ ഇടിക്കാന്ന് ഇത് രണ്ട് ചവിട്ടി ആദ്യത്തെ മൂന്ന് രണ്ട് ചവിട്ടിയാ മതി. അല്ലെങ്കിൽ ബാക്കാണ് കിഴിഞ്ഞില്ലപ്പോ. അത് ആൽഫിയന്നെ വേണം വെക്കാൻ എടുത്തത്. ഇതല്ലേ ഫ്രണ്ട് ടയറാ? നീ വെക്കുന്നോ അവിടെ ഞാൻ ട്രൈ നോക്കാം. ഇടിച്ച് കയറ്റി നോക്ക്. ഈ കല്ലെന്തായാലും പൊടിയില്ല. ഗ്രിപ്പ് കിട്ടും. അതെ മതി ഒന്ന് ഗ്രിപ്പ് കിട്ടും. തൂക്കി നോക്കാം. കൈ കൊടുത്ത് നോക്കാം. അത് ധാരാളം മതി. ഇവിടെ കയറുമ്പോൾ ചിലപ്പോൾ എഞ്ചിൻ അടിക്കും. മതി 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 പവറോട്ടെ 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 അങ്ങോട്ട് പോരുത്. മതി 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 പതിയെ 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 സൂപ്പർ വഴിയാ. വേറെ അങ്ങോട്ട് വെച്ചോ. അങ്ങോട്ട് ആവില്ല. അങ്ങോട്ട് 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 എന്താ ശരി ഒന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് കൊടുക്കണം. അതില്ല അതില്ല ജസ്റ്റ് വലിച്ച ഒരു പൊട്ടിക്ക്. ഓ മതില്ലേ? ബാക്കിറങ്ങല് ബാക്കിറങ്ങല് മതി 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 കയറിപ്പോകണം. അടുത്ത നമ്മുടെ ഷൈൻ ബ്രോ പുട്ട് പോലെ ഇറക്കാണ്. ഇനി ആൽഫി മാറി കൂടായിട്ട് അങ്ങോട്ട് ഇറങ്ങൂട്ടോ. ആ കല്ലിട്ട് ഇടിച്ച് കയറ്റാൻ എന്താറിയോ ട്രാക്ടർ അടിച്ചുകൂടാ. അല്ല കാക്കടല്ല മറ്റേ ഇടിച്ചു കുട്രസ് ഇടിച്ചു. അയ്യോ കമോൺ ബിജോ കമോൺ. സപ്പോർട്ട്
വിജോ കൊണ്ട് നോക്കടാ വിജോ. വിജോ അടത്തിട്ടേ വലിച്ച് തോട് കൊടുത്ത് കൊണ്ട് നോക്കിയിട്. ഒരൊറ്റ പോപ്പിയിട്. ആ തന്നെ തന്നെ. നോക്കേ നോക്കേ. ആ ബാക്ക് അറിയിക്കോ നീയില്ലേ ബാക്കിലേക്ക്. വിജോ 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 ത്രോട്ടിൽ ക്ലച്ച് കൊടുത്തിട്ടേ ബാക്ക് സൈഡിലേക്ക് ഒന്ന് അമർത്തിയാൽ മതി. ഫ്രണ്ട് പൊങ്ങി വരും. ആ അല്ല ഇവന് പെട്ടെന്ന് പൊങ്ങും ചെയ്യും. വെയിറ്റ്. ആ തന്നെ. ആ വേണ്ട സിമ്പിൾ. കയറും കയറും കയറും. തോട്ടിൽ ആ ഒരു തോട്ടിൽ പോവും. ചെറുതായിട്ട് അല്ല അവിടെ കല്ലുണ്ട് ഇടാ. അത് കയറില്ല. എടാ വേണം വേണം കല്ലറ കല്ലറ. അത് ഇല്ലില്ല ബീച്ചായി. ഇനി ചിലപ്പോൾ കല്ല് വഴി പിടിച്ച് കയറുമായിരിക്കും. ആ മതി മതി. ഇനി കയറിക്കോ വിജോ. സ്ട്രൈറ്റ് ആക്കി ഇരിക്കോ. നേരെ ആർജനെ പറപ്പിച്ചോ. ചെറിയ പുഷ്. ആ ഓക്കെ രണ്ട് അങ്ങനെ അതും കയറിയിരിക്കുന്നു ഗൈസ്. ഇതാണ് മൈൻഡ്. എന്ത് മൈൻഡാണ്. ഒറ്റ മൈൻഡുള്ള ആൾക്കാർ ഒരുപോലെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഒരാളുടെ മനസ്സ് വളർന്നാൽ പിന്നെ ബാക്കി എല്ലാം നടക്കും. ഇത് കയറ്റും എന്ന ഒറ്റ മൈൻഡ്. അതുകൊണ്ട് എല്ലാ വണ്ടിയോടെ കയറി. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ, ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തോൽവി എന്തായാലും നമ്മൾ ആദ്യം സമ്മതിക്കും. ആദ്യം കണ്ടപ്പോൾ നമ്മുടെ മനസ്സ് വിട്ടു. പിന്നെ കയറ്റിയിട്ട് ഇതുവരെ വന്നു. ഇനി കുറച്ചും കൂടെ എടുത്താ ദേ കാണുന്നു നമ്മുടെ മൗണ്ടെയിൻസ്. അവിടെ നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്നു. തടസ്സങ്ങൾ പലതും വരും. അത് നമ്മൾ ഇതേപോലെയൊക്കെ നീക്കും. ഇതേപോലെ നല്ലൊരു സെറ്റ് ടീം വേണം. ഒറ്റയ്ക്കൊന്നും നടക്കില്ല. 1-2 പേര് നടക്കില്ല. ഇതേപോലെ 4 പേര് മിനിമം വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു വണ്ടി കൊണ്ട് അതുകൊണ്ട് കേട്ട് നമുക്ക് നേരെ ടെൻ്റ് അടിക്കാം. ഇവിടെ ഒരുപാട് സമയം പോയി. നമ്മൾ നേരത്തെ കയറുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരുപാട് സമയം പോയി. നമുക്കൊരു സർപ്രൈസ് ഇവിടെ കിട്ടി. എല്ലാവരും നമുക്ക് നേരത്തെ ടെൻ്റ് അടിക്കായിരുന്നു. ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വിചാരിക്കുന്നു. അഡ്വഞ്ചർ ആയതുകൊണ്ട് എപ്പോൾ ഇന്ന് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ഇനി ആവണ്ടി എടുക്കട്ടെ. ഇതാ നമ്മുടെ രാകേഷിൻ്റെ ഊഴമാണ് ഇനി. രാകേഷ് ഫോക്കസ് ചെയ്യേ ടയറിലേക്ക് ഇട്ടാ. എടാ വെയിറ്റ് ഒരിക്കലും ഇങ്ങോട്ട് ഇടരുത് കേട്ടോ. വെയിറ്റ് അങ്ങോട്ട് കേട്ടോ. വെയിറ്റ് ഒരിക്കലും ഇങ്ങോട്ട് ഇടരുത് എന്ത് വന്നാലും. കാരണം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. നീ എടുത്തോ. മെല്ലെ എടുത്താൽ മതി. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ മതിക്കോ. മെല്ലെ പിടിച്ചാൽ മതി. കുത്തണ്ട കേട്ടോ. ബ്രേക്ക് കുത്തണ്ട. കണ്ടോ ഗൈസ് ആഴം കണ്ടോ. ഇത് കൂടെ ഒക്കെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ക്യാമറ കാണുന്നതിൻ്റെ 10 ഇരട്ടി ഡെപ്ത് നിങ്ങൾ കൂട്ടിക്കോ. ആ ഈസി വന്നോ. മെല്ലെ കൊടുത്തോ. റോഡ് സ്പീഡാ കൊടുക്കണ്ട. മെല്ലെ. ആ യെസ്. ഇല്ല കുഴപ്പമില്ല. ബിജു ഇനി അവിടെ മാറിക്കോ. രാകേഷ് ഫ്രണ്ട് ബ്രേക്ക് നോക്കി. ഫുൾ പിടിക്ക്. ആ പിടിച്ചിട്ട് എന്നാ നീ ഇറങ്ങിന്നോ. ആ റെഡി. അല്ല ബാലൻസ് കൊണ്ടാ. ആ ഗിയറുണ്ട്. എടാ നോക്കണേ അവന് ഡ്രോൺ നോക്കണേ. എടാ ഡ്രോൺ റൈറ്റ് സൈഡാ ലെഫ്റ്റ് സൈഡാ? ആ ഡ്രോൺ മാറ്റിയോ അല്ലേ? അല്ല മാറ്റിയല്ലോ. വെയിറ്റ് അങ്ങനെ ഉണ്ടാ. ഇത് പിടിച്ചോ. ആ നീ നിങ്ങൾക്ക് ഫ്രണ്ട് നോക്കിയിട്ടെ. ബ്രേക്ക് കൂടി. റെഡി. ഒന്നര പിടിയോ. ഇനി മെല്ലെ കൈ കൊടുക്ക്. മെല്ലെ കൊടുക്കട്ടാ. ഇനി കൊടുത്തോ. ഇനി കാലത്തുള്ള ആ കുഴപ്പമില്ല. നീ പൊട്ടശ വെച്ചോ. വീഴില്ല. ആ ധൈര്യം കൊടുത്തോ. വല്ല പയ്യ. ഇനി മെല്ലെ കൊടുത്തോ. മെല്ലെ ഒന്ന് തള്ളി കൊടുക്കണം. അവൻ കേൾക്കുള്ളൂ അങ്ങനെ. യെസ് മെല്ലെ.
പിന്നെ ഗൈസ് വേറൊരു കാര്യം കൂടി ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ബൈക്കിന് വരുന്നവരാണെങ്കിൽ ഞങ്ങൾ ഇറക്കിയ പോലെ തന്നെ ഇറക്കാവുന്നതാണ്. വെയിറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ടിട്ട് റൈറ്റ് സൈഡ് 2 പേര് എപ്പോഴും പിടിക്കാൻ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പരിക്ക് പറ്റും, പാറയും കാര്യങ്ങളുമാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളാണ് ഞങ്ങൾ അതിനെ ഇറക്കിയത്. സോ ആദ്യം ട്രൈ ചെയ്യുന്നവർ എപ്പോഴും കൂടെ കുറച്ച് ആൾക്കാരെ കരുതുക. സേഫ്റ്റിയാണ് നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്നുള്ളത്. പിന്നെ ജീപ്പ് വർക്കും വരാം കേട്ടോ. അത്യാവശ്യം എക്സ്പീരിയൻസ് ഓടിക്കാൻ കഴിവുള്ള ജീപ്പ് വരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. താഴത്തെ കയറ്റമൊക്കെ അവർ സുഖമായിട്ട് കയറി വരും. 4x4 ട്രാക്ഷൻ അവർക്കുണ്ടല്ലോ, നമുക്ക് ആകെ ഒരു ടയറിലേ ഉള്ളൂ. പിന്നെ ജീപ്പ് വർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കിടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. കാരണം ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ വല്ല പാലം കെട്ടോ ഇടിച്ച് നിരത്തൊക്കെ ചെയ്യേണ്ടി വരും, ഇത്തിരി പണിയെടുക്കേണ്ടി വരും. അപ്പോൾ വരുന്നവർ അത് മൈൻഡിൽ വെക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ സാധനം എടുത്ത് പോവാ, ടൈം അതിന് പോയിട്ട് കുളിക്കണം, സാധനങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നേരെ മുകളിൽ കാണാം. യെസ്, ഇനി അങ്ങോട്ട് നമുക്ക് നേരെയാണ്. ഇനി കയറ്റമൊക്കെ ഒന്നോ വണ്ണങ്ങട്ടൊന്നുമില്ല. ഇതുണ്ടോ ഗൈസ്, നിങ്ങൾക്ക് ലൈറ്റിങ് എത്രത്തോളം കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുണ്ടോ നമ്മൾ നിൽക്കുന്ന ഇവിടെ നോക്ക്, ടോപ്പ് ഓഫ് ഓൾ മൗണ്ടൻസ്. നമ്മൾ ആദ്യം ടെൻ്റ് അടിച്ചത് ആ മല മുകളിൽ, പക്ഷെ അത് നമ്മൾ ഹൈക്ക് ചെയ്താൽ വന്നത്. ഫുള്ള് ഈ മല മൊത്തം നടന്ന് കയറി വന്ന് അവിടെ നമ്മളൊന്ന് ബൈക്ക് കൊണ്ട് വന്നിരിക്കുകയാണ്. വാ ഓടുവാ, എടുത്തോ ഗൈസ്. ഇനി ലൈറ്റെല്ലാം പോയി തുടങ്ങി. നമ്മൾ ഓഫ് റോഡെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിപ്പോഴേക്കും ഇനി നമുക്ക് നേരെ മുകളിൽ കയറി ടെൻ്റ് അടിക്കാം. ഓ മാൻ, വാട്ട് എ വ്യൂ! എൻ്റെ പൊന്നെ, ഇത് കണ്ട ഗൈസ്, വ്യൂ ഉണ്ടോ നിങ്ങൾ? ഓ, നമുക്ക് ആ വ്യൂ നോക്കിയിട്ട് വാ. നിങ്ങൾ ഈ വ്യൂ ഉണ്ടോ? മോനെ അത് നോക്ക്, വ്യൂ നോക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഇത് എവിടെ നിൽക്കും നോക്ക്, സൺസെറ്റ് നോക്ക്, എന്താ ഭംഗി. ഇത് കണ്ട നല്ല ചൊവ്വാന്ന് കിടക്കുന്നുണ്ടോ മാനം. അടിപൊളി ഒരു സൺസെറ്റ് നമുക്ക് കിട്ടി. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടായി. ഞങ്ങളെന്തായാലും ആ ഒരു പാർട്ട്, നമുക്ക് ആ ഒരു ഓഫ് റോഡിൻ്റെ പാർട്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ പോസ്റ്റായെന്ന് വിചാരിച്ച്. നമുക്ക് സൺസെറ്റ് മിസ്സായെന്ന് സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ആ സങ്കടം മാറി കിട്ടി. എജ്ജാതി വ്യൂ മോനെ അല്ലേ, ഒരു രക്ഷയില്ല. അങ്ങനെ കഴിച്ചാൽ നമ്മളിതാ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. ടെൻറ്റ് അടിച്ചിട്ട് നമുക്കിതാ ഇവിടെ ടെൻറ്റ് അടിക്കാൻ വെച്ചിട്ടുണ്ടാവും. നല്ല ഒരു പുല്ല് കെട്ടിയിട്ടുണ്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് നമുക്ക് ടെൻറ്റ് അടിക്കാൻ വെച്ചു. ഏകദേശം ഇരിക്കോ, ഇവിടെ ഇരിക്കോ. അതെ, നമ്മുടെ ടെൻറ്റൊക്കെ ഉണ്ട്. ഇനി ഇത് മൊത്തം അഴിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യണം. സൂര്യഭഗവാനെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വെട്ടത്തിന് ഒരു കുറവില്ല. ഈ ടെൻറ്റ് അഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കഴിച്ചേ നമ്മുടെ 2 ടെൻറ്റ് ഇവിടെ നമ്മൾ സെറ്റാക്കി. അതെ, നമ്മുടെ സൂര്യഭഗവാനൊക്കെ പോയി ഇതണ്ട നമുക്ക് കാണാം, എന്നാലും കാണാം അതിൻ്റെ ആ ഒരു പ്രകാശം കാണാം, നമുക്ക് അവിടെ ലൈറ്റിങ് കാണാം. നമ്മുടെ 2 ടെൻറ്റും സെറ്റായി. ഇനി സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ കുളിക്കാൻ പോകണം. ആക്ച്വലി നിങ്ങളെ കുളിക്കാൻ പോകുന്നതൊക്കെ അവിടെ തോടും കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. സോറി, ലൈറ്റ് പോയി. നമ്മൾ പ്രതീക്ഷിക്കാതെ കുറച്ച് ട്വിസ്റ്റുകൾ സംഭവിച്ചു നമ്മുടെ ജേണിയിൽ. അങ്ങനെ ഞങ്ങളിത് തോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതുണ്ടോ നല്ല ശുദ്ധമായ വെള്ളം. അപ്പോൾ ഒരു കുളി കൊണ്ട് പാസ്സാക്കാം. നല്ല തണുപ്പുണ്ട്, ചാടി പൊങ്ങും. നല്ല ഈട്ടായിട്ടോ. നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്, തോർത്ത് കാര്യങ്ങളെല്ലാം. ആർജയുടെ ഓഫ് റോഡ് ബൂട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് നമുക്കിനി നേരെ ഒന്ന് നീരാടാം, എന്നിട്ട് അങ്ങോട്ട് കയറാം. നമുക്ക് ഫുഡ് കഴിക്കണം. നട്ടാ പാതിരി കേട്ടോ. ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 8 മണിയായി. ഇനി കുളിച്ചിട്ട് വേണം എല്ലാം മോൾഡ്. എന്നാൽ പിന്നെ കുളിയിൽ കിടക്കട്ടെ, കുളിച്ചിട്ട് കാണാം. ഓക്കെ, അതെ, അങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ആർജെ എന്നാൽ നന്നായി കഴിക്കോളൂ കേട്ടോ. വെള്ളം സെറ്റാണ്, പോയിട്ടൊന്ന് മുങ്ങിയിട്ട് വരാം. ഈ കാട്ടില് നട്ടാപാതിരിക്ക് ഒരു കുളി. ഇത് കണ്ട നമ്മുടെ തടാകം കിടക്കണ്ട, ഒന്ന് മുങ്ങി വീഴട്ടെ. നല്ല വെള്ളമുണ്ട് അത്യാവശ്യം. നല്ല ക്ലീൻ വാട്ടറാണ്, അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇവിടെ ഒന്ന് മുങ്ങി വീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതങ്ങ് മാറി കിട്ടും. ചെളിയും കാണും, ഒന്ന് ഫ്രഷ് ആവും. ഓക്കെ, അങ്ങോട്ട് ഇറങ്ങുക.
അതെ ആ സെന്ററിലാണ് കിടന്നൊരു പുഷപ്പ് പിടിച്ചോ. എടാ ഒന്ന് മുങ്ങടാ, മുങ്ങി അടിപൊളിയായിരിക്കും. പറ്റല്ലേ? ഓക്കെ ഓക്കെ. വെള്ളം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ആർജയ്ക്ക് തണുപ്പിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, കൈയും കാലും മാത്രമേ കഴുകുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. വരുന്ന വഴി ഞങ്ങൾ കുറച്ച് വിറകും അതേപോലത്തെ കത്തിക്കാനുള്ള ചൂട്ടും നമ്മുടെ ചുറ്റീന്നിന്റെ ഇല ഒപ്പിച്ചു. മുച്ചോ അടച്ചോ. അതെ, നാളെ രാവിലെ നമുക്ക് ഒരു കട്ടനടിക്കാനുള്ള സാമഗ്രികൾ നമ്മൾ ഒപ്പിച്ചു. എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി. ഇതാ രാകേഷ് നോക്ക്, കുളിച്ച് സുന്ദരനായി. അതെ, ഇതാ ആശാനേ ആശാൻ വന്നവരുടെ സൈഡ്. ഇനി നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഫുഡ് കഴിക്കട്ടെ. കാരണം എനർജി മൊത്തം ഡൗൺ ആയിപ്പോയി. കാരണം ഇന്ന് ചെയ്ത ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട ഓഫ് റോഡല്ല. എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും നമുക്ക് എൻഡി വരില്ല. അവിടെ ആളെ സഹായം വേണ്ടി വന്നു, തള്ളി പിടിച്ചനെ. ട്രക്കിംഗ് ഉണ്ട്, കുറച്ച് നടന്നു കയറാനുണ്ട്. ഇപ്പോൾ കുളിക്കാൻ പോയ സ്ഥലത്ത് കുറച്ച് ദൂരമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തള്ളി പിടിച്ച് കയറ്റിയുണ്ട്. എല്ലാ വണ്ടിയും തള്ളിയാ കയറ്റി. അതുകൊണ്ട് എല്ലാവരും ഈക്വലി ടയർഡാണ്. മാത്രമല്ല എല്ലാവർക്കും ഓരോ പരിക്കുകളുണ്ട്. എന്റെ നഖം ഇളകി, ഇതുണ്ടോ ബിജോയുടെ കാലില് ഇതുണ്ടോ മുറിവുകൾ കംപ്ലീറ്റ്. എന്റെ തലയ്ക്കൊന്ന് കിട്ടി, ആർജയുടെ ബൂട്ടിനൊന്ന് കിട്ടി. അപ്പോൾ എല്ലാവരും ക്ഷീണിതനാണ്, എന്നാലും അതിലൊരു സുഖമുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളെന്നാ ഫുഡിന്റെ അടിയിൽ കിടക്കട്ടെ. കാരണം എനർജി റീസ്റ്റോർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഏത് നിമിഷം വീഴും, ചത്തുപോകും. അതുകൊണ്ട് ഞാൻ ഫുഡിൽ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡും പീനട്ട് ബട്ടറും. ആശാനെ നമുക്ക് തേച്ച് പിടിപ്പിക്കുക നല്ല രീതിയിൽ. ഇതാ നമ്മുടെ ടെന്റ് കൊണ്ട് പുറകിൽ ഇതാ ചുറ്റുപാട് നമ്മുടെ വണ്ടികളും. അയ്യോ ചെളി. ഇതാ വണ്ടികളെല്ലാം ചുറ്റുപാട് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളിതാ ജാമും ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ 2-3 പേര് ബ്രെഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും എനർജി കയറണം. അതേപോലെ ഏട്ടാ ഇത് കേക്ക് എന്ന് പറയും, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം എൻഡിയോന്ന് കേക്കാണ്. അപ്പോൾ ഈ ഷേപ്പ് കിട്ടിയതന്നെ വലിയൊരു ഭാഗ്യം എന്ന് പറയാല്ലേ. ഇതാ പിന്നെ ഇതിൽ ബ്രെഡ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ഇതാ പട്ടി ബിസ്ക്കറ്റ് എന്നാണ്, പാർലേജി. ഇതാ തീറ്റിയിലേക്ക് കിടക്കുകയാണ്. ഇതോ ഉദ്ഘാടനം കഴിക്കും. ഉദ്ഘാടനം കടി പീനട്ട് ബട്ടറും ബ്രെഡും വീട്ടിൽ കിട്ടിയതൊന്നും തിന്നാത്ത ആൾക്കാരാണ്. ഈ മലയിൽ വന്നിരുന്ന് അതിന്റെ സ്വാദ് എന്ത് കിട്ടിയാൽ തിന്നുന്ന അവസ്ഥയാണ്. ലൂബ്രിക്കേഷനെ കുറിച്ച് വെള്ളം കുടിക്കാം. അതുകൊണ്ട് ഇറങ്ങി പോകാം. എന്ത് പറയാനുള്ളത് ഞങ്ങൾക്ക്? പീസായി കഷ്ണങ്ങളായി ഇവിടെ എത്തിയപ്പോന്ന്. കുളിച്ചത് തന്നെ ഒരു സെറ്റപ്പായി. അതെ അതെ, ആ തോട്ടി കുളിച്ചപ്പോ ഉണ്ടോ ഒരു ഫ്രഷ്നെസ് ആയത്. കാരണം മൊത്തം വേർപ്പായിരുന്നു. ഒന്ന് മുങ്ങി എണിച്ചപ്പം അതെല്ലാം പോയപ്പോ നല്ല തണുപ്പുണ്ടായല്ലോ, അതുകൊണ്ട് മൊത്തം ചില്ലായിരുന്നു. ഇനി ജാം കൂട്ടി പിടിക്കാം. അതെ ജാമെല്ലാം ഇല്ലടാ പോടാ. ജോ നേരിയ തോതിലൊരു 6 സ്ലൈസ് ബ്രെഡും. രാകേഷ് നോക്ക്, രാകേഷ് കുഴിച്ചിട്ടേ നമ്മള് എൻഡോർ കയറുന്ന കുഴിയാക്കാൻ താഴ്ചയുണ്ടത്. അപ്പൊ ഞങ്ങളിതാ ടെന്റിലേക്ക് കയറാൻ പോണ്. നമ്മുടെ ആശാൻ കിടപ്പുണ്ട്. ആശാനെ ഗുഡ് നൈറ്റ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ നിരങ്ങി ഇറങ്ങാം. ഓക്കെ, കട്ടൻ നമുക്ക് രാവിലെ നേരത്തെ സൺറൈസിന് വിളിക്കാം. ഓക്കെ, എന്നാ കുളിച്ചറാ, തണുപ്പ് അടിക്കണത്. ക്ലോസ് ചെയ്തോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞങ്ങൾ കുറച്ചേ ഉറങ്ങുള്ളൂ. ഓക്കെ, നമ്മുടെ വണ്ടി തുറക്ക്. ഓക്കെ, നല്ല ഉള്ളിലേക്ക് കയറട്ടെ. ഓക്കെ, അവിടെ കിടന്ന് ഒഴിക്കരുത്, പുറത്ത് ഒഴിക്കണം. നമ്മുടെ ടെന്റിനുള്ളിൽ കയറി. ഓ ഫൈൻ ഫൈൻ. വാടാ രാകേഷ, നിങ്ങക്ക് പുറത്തെ മഞ്ഞ് കാണിച്ചതാ. ഞങ്ങൾ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ സൊറവറിന് നിൽക്കുക. ആ സമയം കൊണ്ട് പുറത്ത് നോക്ക്. നിൽക്കട്ടാ ഒരു മിനിറ്റ്. യെസ്, ഇതുണ്ടോ ലൈറ്റ് ഓഫ് ചെയ്ത മഞ്ഞ് കണ്ടോ പോകുന്നുണ്ടോ? നല്ല കട്ട കോടമഞ്ഞായി, അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ണ്ടോ വിചാരിച്ച ചെരുപ്പൊക്കെ ഉണ്ട്. ചെരുപ്പിലൊക്കെ മഞ്ഞായി. ഓ ഇതുണ്ടോ നല്ല കറക്റ്റ് മഞ്ഞ. ആ ടോർച്ചിന്റെ ആ ഒരു വെളിച്ചം കാണുന്നുണ്ട് നിങ്ങൾക്ക്, കറക്റ്റ് മഞ്ഞ് പോകുന്നത്. ഫ്ലാഷ് ഓഫ് ചെയ്ത് കാണിച്ചതാ ഞാൻ നിങ്ങൾക്ക് കേട്ടോ. ഇതുണ്ടോ മഞ്ഞ്. ഇതേ നമ്മുടെ ടെന്റ് ഇരിക്കുന്നു, അതും മഞ്ഞിലാണ്. കംപ്ലീറ്റ് കോടയായി ചുറ്റും. ഈ ഫ്ലാഷ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ മഞ്ഞ് തട്ടിയിട്ട് ഇങ്ങനെ കാണുള്ളൂ. അതുകൊണ്ടോ ഫുള്ള് കോടമഞ്ഞ്. എല്ലാം ഉള്ളിൽ കയറട്ടെ, കാരണം ഇനി ഇവിടെ നിന്നാൽ തണുത്ത് മറ്റേ ഐസാവും. അതുകൊണ്ട് ഉള്ളിൽ കയറട്ടെ. പാലങ്ങൾ വെച്ചാലും
ജെറ്റ് പോലെ കയറിയിരിക്കോ? ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം കിടിലൻ സൺറൈസുമായിട്ട്. നേരത്തെ ഈ കളറൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും തന്നെ പറയാറ്. ഇങ്ങനത്തെ മഞ്ഞാണെങ്കിൽ കിട്ടൂല. ഈ മഞ്ഞാണെങ്കിൽ സൺറൈസ് കിട്ടൂല. ബാക്കി കൊണ്ട് നോക്കാം നമുക്ക്. ഓക്കെ, കേറട്ടെ. അങ്ങനെ ടെന്റ് കളിച്ചു. ഇനിയിപ്പൊ തണുപ്പ് ഇപ്പൊ ഇല്ല. ഇനി എപ്പോ തണുപ്പ് കയറുന്ന അറിയില്ലല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വല്ല കിടക്കുകയാണ്. നമുക്ക് രാവിലെ സൺറൈസുമായിട്ട് കാണാം. അങ്ങനെ രാവിലെ ഇപ്പൊ സമയം 6:30 ഉറങ്ങി. കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അല്ലേ. നല്ല ക്ഷീണമായിരുന്നു. അതെ, നല്ല പ്രോപ്പർ ഡ്യൂറ ആയതുകൊണ്ട് നല്ല ബോഡി വിത്ത് മസിൽസ് മൊത്തം വർക്കായി. അതുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഈ ടെന്റിൽ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം. മൂക്കൊക്കെ അടഞ്ഞു. അത്യാവശ്യം നല്ല നാളെ തണുപ്പുണ്ടായി രാത്രി. അതെ, കാറ്റും മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ തീരുമാനമായത്. അതുകൊണ്ട് വിധത്തിൽ ഉറങ്ങി. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ കട്ടൻ കാപ്പിയിലേക്ക് കിടക്കാം. കട്ടൻ കാപ്പി ഉണ്ടാക്കണം. ഇതാ നമ്മുടെ കർപ്പൂരമുണ്ട്. കർപ്പൂരം വെച്ച് പിടിപ്പിക്കാം. ചെറിയൊരു നനവുണ്ട് നമ്മുടെ വിറകിനും കാര്യങ്ങളും. അപ്പോൾ അതൊന്ന് പിടിക്കണമെങ്കിൽ കർപ്പൂരത്തിൻ്റെ സഹായം വേണം. അപ്പോൾ നമ്മുടെ തീ റെഡി ആയിട്ടുണ്ട്. കുറങ്ങണമൊക്കെ ചുള്ളിയൊക്കെ വെള്ളം എടുത്തിട്ട് ഇതിന്റെ കൂടെ വെച്ച് കഴിഞ്ഞാലേ. ഓക്കെ, നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ തീ പിടിപ്പിക്കാൻ ഇച്ചിരി ടാസ്ക് ഉണ്ട്. ആശാനും നമ്മുടെ രാകേഷും കൂടെ കഠിന പരിശ്രമത്തിനാണ്. നമ്മുടെ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കാറ്റുള്ളതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. പഞ്ചാരി ഇടൂ. യെസ്, അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം അല്ലേ ഇത്രയും കാശ് ഉണ്ടായിരുന്നല്ലോ ഓഫ് റോഡ്. ചായ ഉണ്ടാക്കി കൊള്ളില്ലെങ്കിലും ആഹാന്ന് പറയണേ. അത് ഞങ്ങൾ ഏറ്റു. അതെ, അപ്പൊ നമ്മുടെ ചായയും കുടിച്ചുകൊണ്ട് ഈ വ്യൂവും കണ്ടിങ്ങനെ ഇരിക്കാം. പിന്നെ കാശ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഡ്രോൺ ഷോട്ടിൽ അവിടെ ഒരു വീട് കണ്ടല്ലോ. അത് അവിടെ ഒരു പശുത്തൊഴുത്താണ്. അവിടെ ഗോപാലൻ എന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ താമസിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ബൈക്ക് കയറ്റിക്കൊണ്ട് നമ്മൾ പുള്ളിയെ അതിശയിച്ചു പോയി. നിങ്ങൾ ആ കുഴിയെ എങ്ങനെ കയറ്റിക്കൊണ്ട് വന്നുള്ളത്. പിന്നെ പുള്ളി പറയുണ്ടായി നമ്മളാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു വണ്ടി കയറ്റുന്നത്, ഒരു ബൈക്ക്.
അതുപോലെ തന്നെ നിങ്ങൾ ആ ദൂരെ ആ മല കാണുന്നുണ്ടോ, ആ മലയുടെ മുകളിലും ഞങ്ങളാണ് ആദ്യമായിട്ട് ബൈക്ക് കയറ്റി. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ഉണ്ട്, ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്, അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് ബൈക്ക് കയറ്റുമ്പോൾ ഒരു സന്തോഷം, അത് നമ്മളെ സംബന്ധിച്ച് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണെന്ന് പറയാം അല്ലേ. അതെ, മുക്കി അങ്ങോട്ട് പീസ് നോക്കാമല്ല. ഇവിടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ ചാവടിയെല്ലാം കഴിഞ്ഞു. അതേപോലെ നമ്മുടെ സ്നാക്സ് നമുക്ക് ഉണ്ടായിരുന്ന ബ്രെഡും അതേപോലെ കുറച്ച് ചോക്ലേറ്റും ബിസ്ക്കറ്റും അതേപോലെ എൻ്റെ ക്രീം ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കഴിഞ്ഞത് ഞങ്ങൾ ഒറ്റ വേസ്റ്റ് ഇവിടെ ഇട്ടിട്ടില്ല. എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് ഒരു കവറിലാക്കി ഈ കവർ കൊണ്ടുപോകുന്നു. പോകുന്ന വഴി നമ്മൾ എവിടെയെങ്കിലും ഡസ്റ്റ്ബിൻ്റെ കാരണം ഉണ്ടെങ്കിലും ബാക്കിയുള്ള സാധനം തിരിച്ചു കൊണ്ടുപോകുന്നു. കാരണം ഈ സ്ഥലമൊക്കെ എന്നും ഇങ്ങനെ തന്നെ നിൽക്കണം, അതാണ് അതിൻ്റെ ആ ഒരു ഭംഗി. ഇത് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അതേപോലെ ഞങ്ങൾ ക്യാമ്പ് ചെയ്ത സ്ഥലത്താണെങ്കിലും വേറെ പ്ലാസ്റ്റിക്കോ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഇങ്ങനെ നിന്നല്ലേ നമുക്ക് വല്ലപ്പോഴൊക്കെ വന്ന് ഇതൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിച്ചത് നമ്മുടെ ടെൻറ്റെല്ലാം പാക്ക് ചെയ്തു, സാധനങ്ങളെല്ലാം വണ്ടി ലോഡ് ചെയ്തു, ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി വന്നു ക്യാമ്പ് ചെയ്തു അല്ലേ, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് വൈകി പോയി, നമുക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സർപ്രൈസ് കിട്ടി ഓഫ് റോഡിൽ. എന്തായാലും അതൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്തു, മനസ്സ് തളർന്നില്ല. നമ്മളതും തരണം ചെയ്ത് കയറി ടെൻ്റ് അടിച്ചത്. എവിടെ നമ്മൾ ടെൻ്റ് അടിച്ചത്? ഈ 2 സ്ഥലത്ത്. ഇന്നലെ രാത്രി എവിടെയെങ്കിലും കാണാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അതെ, തിരിച്ച് പോകുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആ സാധനം ഇനി തിരിച്ച് കയറണം, കാരണം നമ്മൾ ഇറക്കിയത് ആ പാട സൈഡിൽ കൂടെ അല്ലേ. ഇനി അങ്ങനെ കയറ്റാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും വഴി ഉണ്ടെന്ന് നോക്കണം അവിടെ പോയിട്ട്. ഇറങ്ങാൻ നോക്കുന്ന അല്ലേ. ഓക്കെ, വാ. ഓക്കേ, നമ്മൾ ഇന്നലെ ഫൈറ്റ് ചെയ്ത് ആ സാധനത്തിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ യുദ്ധം ചെയ്ത് കയറിയല്ലോ ആ സാധനം. ഇനി തിരിച്ചു കയറ്റമാണ് ഒരു യുദ്ധം. നമ്മളിത് കല്ലിട്ട് നിർത്താനുള്ള പ്ലാനാണ്. അപ്പോൾ അവിടുന്ന് ഒരു കല്ല് മുകളിലായിട്ട് തല്ലിയിടണം. ഈ കല്ല് സപ്പോർട്ട് വെച്ചെടുക്കുന്നത് എന്നാ പരന്ന കല്ലെന്ന് വെച്ചോക്ക് അവിടെ നോട്ടെ. ഇപ്പോൾ ആ കല്ല് വെച്ചപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇനി ആ ചെറിയ കല്ലിട്ട് പാക്ക് ചെയ്യണം സൈഡ്. പാക്ക് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഇങ്ങോട്ടങ്ങനെ തന്നെയുണ്ടല്ലോ, പിടിക്കാൻ പറ്റില്ല. ഇതെടുക്കണ ഇതിൽ ചെറുത് എടുക്കണ്ട, എന്തിനാണ് ഇത് വെച്ചാലോ വലുത്. അതെ ഇവിടെ ഇളകൂടാ. ആ അപ്പോൾ ഓക്കെ. ഞാൻ പറയാം, ഹൈറ്റുള്ള താഴെ നിൽക്കും. മുകളിലത്തെ ഫ്രെയിമിൽ തള്ളി പിടിക്കാം. ഓ അതന്നെ, ടയർ ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി തള്ളിക്കൊണ്ട് വെക്കാം. ശരി മാർജേ പവറല്ലേ സെറ്റ് വാ. എന്നാ ഓക്കെ അല്ലേ? അതാണ് വന്നോ. ആ നീ സാധാരണ ഇങ്ങനെ ഇറങ്ങിക്കോ, സാധാരണ ഇറങ്ങണേ. ഇല്ല കുഴപ്പമില്ല, ഇറങ്ങൂടാ. ആ ചാല കിട്ടാൽ മതി, വണ്ടി സ്ലൈഡായി വരും. യെസ് അത്രേ ഉള്ളൂ. നീ കുറച്ച് അങ്ങോട്ട് ഓടിക്കടാ. ആ ഞാൻ തൂക്കി വെക്കാം ഫ്രണ്ട് വേണമെങ്കിൽ. ഒന്ന് പിടിച്ചോ.
കേറി കഴിഞ്ഞാൽ എനിക്കിവിടെ കാല് കുത്താൻ ഒരു വഴിയില്ല. ശരി വാ നിൽക്കട്ടെ, അത് ഞാൻ സെറ്റ് അവിടെ. ഇടിക്കാണ്ട് നോക്കണം. ഇനി ഫ്രണ്ട് ഒന്ന് മാറുന്ന ആവശ്യമുണ്ട്. നീ ഫ്രണ്ട് പിടിച്ചേ. അത് ഞാൻ കയറ്റിക്കോളാം. മാറിക്കോ. ഇല്ല 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 കേറൂടാ. ഒന്നും നോക്കാനില്ല, സീനില്ല. ഇല്ലടാ ഒരു കല്ല വേണമെങ്കിൽ റൈറ്റിലോട്ട് തണ്ണല്ലേ. നീ പിടിച്ചോ. ഒരു കല്ല് എന്താ വെച്ചാൽ ഈ ഗ്യാപ്പ് പൊളിയാണ് കയറി പോകും. അല്ലെങ്കിൽ ടയർ കഴിഞ്ഞാൽ കത്തും. ടയർ പൊന്തുക. അവിടെ ഇട്ടൊരു കാര്യമില്ല. അറിയോ? ഇവിടെ ഇടുമ്പോ ടയർ പൊന്തും, അന്നേരം അടി ഇടിക്കില്ല. ജാക്കറ്റ് പോയി. സെറ്റല്ലേ? ഇല്ല പോരെ. മാക്സിമം അങ്ങോട്ട് ചെയ്തിട്ട് പവറല്ലേ? അങ്ങോട്ട് ചെരിച്ചു പിടി വേണ്ടി, അങ്ങോട്ട് ചെരിച്ചു പിടിച്ചിട്ട് കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി അവിടെ സ്റ്റാർട്ട് വേണ്ടി. ഓക്കെ. അതിലോ ഇതാണിക്കോ? ആ യെസ്. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇവിടെ കാലുത്തരുത്, താഴെ കാലുത്തണ്ട. രാകേഷ് വെയിറ്റ് അങ്ങോട്ട് കൊടുക്കട്ടോ. കാലെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കൊടുക്കും. ഇവിടെ വെയിറ്റ് കൊടുക്കണം. ഓക്കെ. കുഴപ്പമില്ല. സീനില്ല. ഒന്നും പഠിക്കണ്ട, പഠിച്ചില്ലോ. ആ ആ എടാ ഫ്രണ്ട് അവിടെ കയറിക്കോ. നീ അല്ലേ രാകേഷ് അങ്ങോട്ട്? അല്ല. ആ ഓക്കെ. റൈറ്റിലേക്ക് എടുത്ത് മുമ്പോട്ട് നോക്കി. ആ ഇല്ലടാ, ഒരു കല്ലിടണം. ടയർ തിരിയുണ്ട്. അടി അടിച്ച് നിൽക്കണ വണ്ടി. ആ തള്ളി കയറി വന്നേ. ആ മെല്ലെ. ഓക്കെ ഡൺ. വിജയ് സെറ്റ്. ഓക്കെ
എന്റെ നഖം ബിജോ ബിജോ നിൽക്കേ ആൽഫി ബേക്കൊന്നെടുത്ത് ഇതുകൊണ്ട് നമ്മുടെ എക്സോസ്റ്റും കുട്ടോസ്റ്റും ബെൻഡാവും. മതി മതി മതി. ഓക്കെ റോഡെടുത്തോ. പോട്ടെ പോട്ടെ കേറി 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 കേറി. സക്സസ്. നമ്മൾ 3 അല്ല 4 വണ്ടി ഇല്ലേ, അങ്ങനെ 4 വണ്ടി നമ്മൾ കയറ്റി സേഫായി. മെയിൻ ടാസ്ക് ഒന്നുണ്ട്, നമ്മൾ ആ മണ്ണ് കിടന്ന് തിരിഞ്ഞില്ല, ഒരു വലിയ ഒരു കയറ്റമുള്ളത്, അതിന് ഇറങ്ങണം. അത് അടുത്ത ബുദ്ധിമുട്ട്. അത് കുഴപ്പമില്ല, ആളുകൊണ്ട് നോക്കി പിടിച്ച് ബ്രേക്ക് പിടിച്ച് മെല്ലെ ഇറങ്ങാം. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ആ ടാസ്കും തിരിച്ചും കയറി. ആക്ച്വലി നമ്മൾ തിരിച്ചു കയറാൻ പാടാന്ന് ചോദിച്ചല്ലേ, പക്ഷെ അതായിരുന്നു കുറച്ചും കൂടെ പോകും. അപ്പോൾ അങ്ങനെ സെറ്റല്ലേ, കവറല്ലേ, പോവാ. ഇനി ഇറങ്ങണം, അടുത്ത സാധനം ഇറങ്ങാനുണ്ട്. കൈക്ക് ചെറിയൊരു പെയിനായി. പണ്ട് ഒരു വീണിട്ട് ജോയിന് കിട്ടിയതാണ്. പറമ്പിൽ വീണാണ്, പറമ്പിൽ പണിയെടുത്തുകൊണ്ട് തെന്നി വീണിട്ട് കൈ കുത്തിയാണ് വീണത്. അതുകൊണ്ട് ഈ ജോയിനിപ്പോൾ വേദന എന്താവും എന്തോ ഇറങ്ങുമ്പോൾ. അങ്ങനെ നമ്മൾ ഇവിടെ കയറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നമ്മൾ പൂർത്തീകരിച്ചു. ആക്ച്വലി ഞാനും വിജു നേരത്തെ വന്ന് നോക്കിയാണ് ഈ റൂട്ട്, അന്ന് പോലെ പോകണം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ എൻഡ്യൂറൊക്കെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടീം വേണം കൂടെ. അത് നിങ്ങൾ കണ്ടല്ലോ, പല സ്ഥലങ്ങളിലും ഒരാളുടെ സഹായമില്ലാതെ കയറാൻ പറ്റില്ല. രാകേഷ് ടയർ റോഡ് ടയറാണേ. ഓ തെളിയ പിന്നെ ഓ യെസ് 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 റെഡിയായി. നിൽക്കോ ഇന്ന് ഞാൻ പിടിക്കേണ്ട അവസ്ഥ. അല്ല ഫ്രണ്ട് ബ്രേക്ക് ഫെദർ ചെയ്താൽ മതി, കുത്തണ്ട. ഓക്കെ, ബാക്ക് ബാക്കിൽ നിന്ന് കാടെടുക്കരുത്, വെയിറ്റ് കൊണ്ട് ഇട്ട് മെല്ലെ 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 കണ്ടോ. അല്ല 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 ബിജോയ് സൈഡ് കൊണ്ട് കൂടെ. യെസ് ഏകദേശം അവിടെ തിരിയുമ്പോൾ നോക്കണേ. രാകേഷ് എന്നൊക്കെ പറഞ്ഞാലേ ബിഗിനർ ആണെങ്കിലും അല്ലേ, ആദ്യമായിട്ട് വന്നെങ്കിലും ചെക്ക മൈൻഡിൽ കയറി, എന്ത് ഈസിയായിട്ട് കയറി. കണ്ടിട്ട് തോൽവി സംഭവിച്ചില്ല. ഏത് ടഫായിട്ടുള്ള സ്ഥലമാണെങ്കിലും ആശ എടുക്കാതെ പറഞ്ഞിട്ടുള്ളൂ, അതെന്തായാലും മൈൻഡായി. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം വരുന്ന ബിഗിനറൊക്കെ പെട്ടുപോകും. ബിജോയുടെ നടത്തിലൊരു വ്യത്യാസം, നടുപടിച്ചു വന്ന്. ഇതുകൊണ്ട് നമ്മൾ ഇറങ്ങി വന്ന വഴി കണ്ടോ, നമ്മളതിനെ ഇടിച്ച് നിരത്തി ട്രാക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാണല്ലോ നമ്മൾ കയറി പോകുമ്പോൾ എങ്ങനെയായിരുന്നുള്ളത്. വെള്ള ഒഴി ചാലയത് നമ്മളതിനെ ഇടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വണ്ടികൾക്ക് എളുപ്പമായിരിക്കും, ബൈക്കാണെങ്കിലും ജീപ്പാണെങ്കിലും. ജീപ്പൊക്കെ പിന്നെ വലിയ സീനില്ല, 4x4 അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറിപ്പോവും. അത്യാവശ്യം കഴിവും എക്സ്പീരിയൻസും ഉള്ളവരാണെങ്കിൽ സുഖമായിട്ട് കയറിപ്പോവും.
പിന്നെ ഇത് അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഓഫ് റോഡാണ്. അതുകൊണ്ട് അത്യാവശ്യം എക്സ്പേർട്ട് അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം എപ്പോഴും കെട്ടി വലിക്കേണ്ട അവസ്ഥ വരും. മറന്നതിലോട്ട് ചാരം അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ എൻഡ് എത്തി. നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ എൻഡിയർ റൈഡ്. നമ്മൾ വന്നു, ഈ ഓഫ് റോഡിച്ച് കയറി, മുകളിൽ പോയി ടെന്റ് അടിച്ച് താമസിച്ചു. നൈറ്റായി കയറുമ്പം നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വഴിയിൽ നിന്ന് കിട്ടി. നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് കുറച്ച് പണികളും കിട്ടി. സീനൊന്നുമില്ല, ഞങ്ങൾ 4 പേരും കട്ടയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് കയറ്റാൻ പറ്റി. അത് തന്നെ അടിപൊളിയായിട്ട് തിരിച്ചും വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് കേൾക്കാൻ കേട്ടോ. നമ്മുടെ വണ്ടിയെല്ലാം സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള യുദ്ധം തന്നെ ചെയ്യുന്നുണ്ടോ. ഇത് മൊത്തം ചെളി പിടിച്ചിരിക്കണം, ഇനി പോയി കഴുകണം. ബാക്കി നമുക്ക് മഴയോ കാര്യമൊന്നും കിട്ടിയില്ല ടെന്റ് അടിക്കുമ്പോൾ. അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കാറ്റോ കാര്യം ഉണ്ടായിരുന്നില്ല, സമാധാനമായിട്ട് പീസ് ഇറങ്ങാൻ പറ്റി. പക്ഷെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. തണുത്ത് ഏകദേശം ചുരുണ്ട അവസ്ഥയായിരുന്നു. ഞാനാണെങ്കിൽ പുതപ്പെടുക്കാൻ മറന്നു. എന്തായാലും നല്ല രീതിയിൽ തണുപ്പായിരുന്നു. ഇവൻ സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുവന്നിട്ട് അവൻ തണുപ്പുണ്ടെന്ന് പറഞ്ഞു. -10 ആയിട്ട് സ്ലീപ്പിംഗ് ബാഗാണ്. ആശാൻ പിന്നെ നേരെ വന്ന് ഉറങ്ങി ഒറ്റടിക്ക്. രാകേഷേ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? നമ്മുടെ നിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. നീ ഫസ്റ്റ് ടൈം അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ വന്ന് ടെന്റ് അടിച്ച് സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല. ടെന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഓഫ് റോഡ് അടിച്ച് ഇത്രയും എൻട്രൻസ് കഴിഞ്ഞ് വന്ന് ചെയ്തിട്ടില്ല. കയറാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അതിൽ ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇറക്കമാണോ കയറ്റണോ നമുക്ക്? കയറ്റമാണ്, എനിക്ക് കയറ്റമാണ്. പിന്നെ ഇഷ്ടം ഇറക്കം വെച്ച് പാടാണ്. പിന്നെ നമ്മളെ പോലെ 4 പേരുള്ളതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ഒറ്റയ്ക്ക് തന്നെ നടക്കുള്ളൂ. ഇത് ടീം വർക്കാണ്. കാരണം ഇടയ്ക്ക് നമുക്ക് റോഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ റോഡ് ഉണ്ടായിരുന്നില്ല. ആ മണ്ണിന്റെ കയറ്റം ആർച്ചേ, മണ്ണിനെ പറ്റി എന്താ പറയാനുള്ളത്? മണ്ണല്ല, ടെന്റ്, സ്റ്റേ, ചായ, ബിസ്ക്കറ്റ്, അതൊക്കെ ഒരു ഫീൽ ചെയ്ത് വൈബായിരുന്നു. പുഴ, കുളി, ഒരു ഓർമ്മകളാണ് അതൊക്കെ. പോകുന്നതിനേക്കാൾ അടിപൊളിയായിരുന്നു. ഒരു നോർമൽ ട്രിപ്പ് ഒന്നും എന്റെ ഡിഫറൻറ്റ് ആണ് വിജോ. മൊത്തത്തിൽ പോയ വെച്ച് ഒരു അടിപൊളി ട്രിപ്പ് എന്ന് പറയാം. മാത്രമല്ല ടഫസ്റ്റ് എൻഡ്യൂറോ എന്നും വേണമെങ്കിൽ പറയാം. കാരണം അവസാനത്തെ ആ മണ്ണിന് കയറ്റം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെടാനല്ല എല്ലാം കയറ്റിയത്. അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ബോധം പോകും സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും തളരാതെ പതരാതെ മുന്നോട്ട്. അതെ അതെ അതെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ സിമ്പിൾ ആണല്ലോ ഇവന്മാർ എന്താ ചെയ്യുന്നത് എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഡോണ്ട് ശരിക്കും പാട് വീടും. അപ്പൊ എന്താ ഞങ്ങൾ കയറി. ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ആ ഒരു ബിസ്ക്കറ്റും മറ്റേ എന്താ വെച്ച് ബ്രെഡ് അതൊക്കെ ആവിയായി. രണ്ടാമത്തെ ഇറക്കത്തിൽ ആവിയായി. ഇനി പുറത്തു പോയി പൊറോട്ടയും ബീഫോ ചിക്കനോ എന്ത് കിട്ടുന്ന വെച്ചാൽ അതങ്ങോട്ട് ആദ്യം കയറ്റുക, എനർജി കയറ്റുക, എന്നിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു വ്ളോഗോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ തീർച്ചയായും പറയുക. ഇതുപോലുള്ള അടുത്ത റൈഡായിട്ട് ഇനിയും വരും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഓക്കെ, ബൈ.